യുഎസിലെ ന്യൂയോർക്ക് നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. വിലക്കയറ്റം ചെറുക്കാനായി $400 വരെ ധനസഹായം നൽകുന്നതിനുള്ള ഇൻഫ്ലമേഷൻ റീഫണ്ട് ചെക്ക് ഒക്ടോബറിൽ വിതരണം ചെയ്യുമെന്ന് സ്ഥിരീകരണം. ഗവർണർ കാത്തി ഹോക്കൽ ഇക്കാര്യം സ്ഥിരീകരിച്ചതായി ദ സൺ റിപ്പോർട്ട് ചെയ്തു. 2023 ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത നിശ്ചിത വരുമാന പരിധിയിലുള്ള താമസക്കാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനം ഏകദേശം $2 ബില്യൺ ഇതിനായി വിതരണം ചെയ്യും. ഗവർണർ കാത്തി ഹോക്കലിന്റെ തീരുമാനത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും പദ്ധതിയുമായി മുൻപോട്ട് പോകാനാണ് തീരുമാനം. എന്താണ് ഇൻഫർമേഷൻ റീഫണ്ട് ചെക്ക് എന്ന് നോക്കാം. ന്യൂയോർക്കിൽ 2025-2026 സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇൻഫ്ലമേഷൻ റീഫണ്ട് ചെക്ക്. പണപ്പെരുപ്പം കാരണം സാധനങ്ങളുടെ വില കൂടിയപ്പോൾ ആളുകൾ കൂടുതൽ ടാക്സ് നൽകേണ്ടി വന്നു. ഈ അധിക പണം സർക്കാരിന് ലഭിക്കും. ഇത് നികുതിയായി നൽകിയ ആളുകൾക്ക് തന്നെ തിരികെ നൽകുന്നതിനാണ് പദ്ധതി. 2023 ഫോം IT 201 ഫയൽ ചെയ്തവർക്കും വരുമാന പരിധി പാലിക്കുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ഏകദേശം 80 ലക്ഷം ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പണപ്പെരുപ്പം കാരണം ബുദ്ധിമുട്ടിയ ആളുകളെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് സാധാരണ നികുതി ഇളവുകളോ സ്റ്റിമുലസ് ചെക്കുകളോ ആയിട്ടാണ് നൽകുന്നത്. രാഷ്ട്രീയപരമായി വിമർശനങ്ങൾ ഉയരുമ്പോഴും പണപ്പെരുപ്പം മൂലം അധികമായി ലഭിച്ച നികുതി പണം ജനങ്ങളിലേക്ക് തിരികെ നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് ഗവർണർ കാത്തി ഹോക്കൽ പറഞ്ഞു. ജോയിന്റ് ഫയലർമാർക്ക് $1,50,000 താഴെ വരുമാനമുണ്ടെങ്കിൽ $400, സിംഗിൾ ഫയലർമാർക്ക് $75,000 താഴെ വരുമാനമുണ്ടെങ്കിൽ $200 ലഭിക്കും. അർഹരായവർക്ക് അപേക്ഷയില്ലാതെ തന്നെ ഈ തുക ലഭിക്കും. $400 ഇൻഫ്ലമേഷൻ റീഫണ്ട് ചെക്കുകൾക്കെതിരെ രാഷ്ട്രീയപരമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഈ തുക മെഡിക്കെയ്ഡ് അല്ലെങ്കിൽ സപ്ലിമെന്റ് ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാമുകൾക്ക് ഉപയോഗിക്കണമെന്ന് അസംബ്ലി അംഗങ്ങൾ ആവശ്യപ്പെടുന്നു. ഇൻഫ്ലമേഷൻ റീഫണ്ട് ചെക്ക് ഒരു ഗിമ്മിക്കാണെന്ന അഭിപ്രായവും ഗവർണർ കാത്തി ഹോക്കലിന്റെ എതിരാളികൾക്കുണ്ട്. എന്നാൽ പണപ്പെരുപ്പം കാരണം പ്രതീക്ഷിച്ചതിലും അധികം നികുതി ലഭിച്ചതിനാലാണ് ഈ പണം തിരികെ നൽകുന്നതെന്ന് ഗവർണർ ഹോക്കൽ പ്രതികരിച്ചു. ഈ സാമ്പത്തിക ഭാരം താങ്ങേണ്ടി വന്ന കുടുംബങ്ങൾക്ക് പണം തിരികെ നൽകണമെന്നും അവർ പറഞ്ഞു. കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സഹായിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇത് മാറ്റിവെക്കണമെന്ന് പറയുന്നവരുടെ യുക്തി തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും ഗവർണർ പറയുന്നു. താൻ ഇപ്പോൾ കണ്ടുമുട്ടുന്ന ന്യൂയോർക്കുകാർക്ക് ഈ പണം അത്യാവശ്യമാണ്. ആരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ അവരുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്നതിന് തുല്യമാകുമെന്നും അവർ പറഞ്ഞു. വരുമാനം കൂട്ടാൻ നികുതി വർദ്ധിപ്പിക്കാൻ താൻ തയ്യാറല്ലെന്ന് ഹോക്കൽ വ്യക്തമാക്കി. തുടക്കത്തിൽ $3 ബില്യൺ റിബേറ്റ് പ്രോഗ്രാം ആയിരുന്നു ആസൂത്രണം ചെയ്തതെങ്കിലും ബജറ്റ് ചർച്ചകൾക്ക് ശേഷം ഇത് $2 ബില്യൺ ആയി കുറച്ചു. ന്യൂയോർക്കിന്റെ വാർഷിക ഫെഡറൽ ബജറ്റിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ചെലവ് ചുരുക്കാനുള്ള നിർദ്ദേശങ്ങൾ പദ്ധതിക്ക് തടസ്സമുണ്ടാക്കി. അതേസമയം ന്യൂയോർക്ക് അടുത്ത വർഷം $10.5 ബില്യൺ ബജറ്റ് കമ്പി നേരിടുമ്പോഴാണ് ഈ റീഫണ്ട് നൽകുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.